നമസ്കാരം പ്രിയ കാര്യകർത്താക്കളെ, രാജേഷ് നാദാപുരമാണ്. ഈ മഹാശിവരാത്രി വളരെ തിരക്ക് പിടിച്ചതായിരുന്നു, എന്നാൽ വളരെ സന്തോഷപ്രദവുമായിരുന്നു. രാവിലെ 9 മണിക്ക് കടലുണ്ടി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലായിരുന്നു ആദ്യത്തെ പ്രഭാഷണം. പിന്നീട് അങ്ങോട്ട് 5 പരിപാടികളായിരുന്നു. മലബാർ മേഖല കൺവീനർ പ്രിയപ്പെട്ട പ്രസന്നൻജിയും നമ്മുടെ താലൂക്കിന്റെ ചുമതലപ്പെട്ട സജീഷിയും എല്ലാം പ്ലാൻ ചെയ്ത പരിപാടികൾ. ആദ്യം സുരേന്ദ്രൻ മാഷ് കടലുണ്ടി യോഗാചാര്യനാണ്, ശിവാനന്ദ എന്ന് പറഞ്ഞ വലിയ ഒരു യോഗയുടെ ആചാര്യനാണ്. എന്നാൽ അദ്ദേഹം ശാരീരികമായ ചില പ്രശ്നങ്ങളെ ഉള്ളതുകൊണ്ട് വീട്ടിലാണ്. അദ്ദേഹത്തെ കാണാൻ ചെന്നു, അനുഗ്രഹം വാങ്ങി. അവിടുന്ന് നേരെ ശ്രീമതി ഗിരിജ ടീച്ചർ കഴിഞ്ഞ 50 വർഷമായിട്ട് ഹിന്ദുധർമ്മ പ്രവർത്തനങ്ങളുമായിട്ട് ടീച്ചർ മുന്നോട്ട് പോവുകയാണ്. ആരതി ഒഴിഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും സ്വീകരിച്ചു. തുടർന്ന് ടീച്ചറുടെ വീട്ടിന്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഒരു ചെറിയ സത്സംഗം, ഒരു 10-20 പേർ പങ്കെടുത്ത ചെറിയ സത്സംഗം, ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. പിന്നീട് സജീഷിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം. അവിടെ ഒരു കുടുംബ സംഗമമായിരുന്നു. കുടുംബത്തിലെ മുഴുവൻ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു 10-30 പേർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരെയും പരിചയപ്പെട്ടു. അച്ഛന്റെ 70ാമത് ജന്മവാർഷികമായിരുന്നു. അച്ഛനെ ഒരു പൊന്നാട അണിയിച്ചു. പിന്നെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. അവിടുന്ന് നേരെ തിരിച്ചിട്ട് നമ്മള് രാമനാട്ടുകര ശ്രീ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു കടലുണ്ടി പഞ്ചായത്തിന്റെ ഒരു മീറ്റിംഗ്, ചെറിയ മീറ്റിംഗ്. വളരെ പ്രമുഖരായിട്ടുള്ള പ്രൗഢരായിട്ടുള്ള ഒരു 10-20 പേർ അവിടെയും പങ്കെടുത്തു. അവിടുന്ന് കുറച്ച് വീടുകളെല്ലാം സമ്പർക്കം ചെയ്തു. ധാരാളം ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങള് ഫറൂഖിൽ നമ്മുടെ ഏരിയയുടെ കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 5 മണിയോടുകൂടി അവിടെ എത്തി. അവിടെ നല്ല ഒരു പരിപാടി, ഒരു 10-20 ആളുകൾ അവിടെയും ഉണ്ടായിരുന്നു. കൗൺസിലിംഗിന്റെ ആവശ്യകതയും മറ്റു കാര്യങ്ങളും സംസാരിച്ചു. കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കോഴിക്കോട് ജില്ലയുടെ രക്ഷാധികാരിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ എത്തി. ഒപ്പം മലപ്പുറം ജില്ലയുടെ അധ്യക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പാഠശാലയുടെ സംസ്ഥാന ഖജാൻജി കൂടിയായ സുരേഷിയും മലപ്പുറം ജില്ലയുടെ ഖജാൻജി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ നമ്മുടെ രക്ഷാധികാരി മോഹൻ മാസ്റ്റർ, അദ്ദേഹം BJPയുടെ സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. നല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രഭാഷണം നടത്തി. ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കാണുവാൻ കഴിഞ്ഞ ഒരു മനോഹരമായ ചടങ്ങ്. ഒരു ദിവസം, മഹാശിവരാത്രി ഭഗവാന്റെ ദിവസം, വളരെ നന്നായിട്ട് സത്സംഗത്തിലൂടെ ആചരിക്കുകയും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാം കോർഡിനേഷൻ നമ്മുടെ പ്രിയപ്പെട്ട മേഖലാ കൺവീനർ പ്രസന്നൻജി വളരെ ഭംഗിയായിട്ട് ചെയ്തു. സംഘടനയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. നമസ്തേ.